ചങ്ങായിമാരെ, ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്റെ അൻസാരി ഉസ്താദ് 2 ദിവസമായി ഇന്നലെയും ഇന്നുമായി ചെയ്ത 2 വീഡിയോകളാണ്. സത്യത്തിൽ ഈ വീഡിയോകൾ കാണേണ്ടത് കേരളത്തിലെ മുസ്ലിം സമുദായമല്ല, കേരളത്തിലെ ഹൈന്ദവരും കേരളത്തിലെ ക്രൈസ്തവരുമാണ് ഈ ഉസ്താദിന്റെ അൻസാരി ഉസ്താദിന്റെ ഈ 2 വീഡിയോയും കാണേണ്ടത്. കാരണം കേരളത്തിലെ കുറച്ച് സംഘികളും ക്രിസംഘികളും കുറച്ചു കാലമായിട്ട് ഇന്ത്യയിലുള്ള മൊത്തം മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കാൻ നോക്കുന്നത്. അതിന്റെ കൂടെ എന്റെ അൻസാരി ഉസ്താദിനെയും കാണുമ്പോ ഇവരുണ്ടല്ല തീവ്രവാദി എന്ന് വിളിക്കുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഗുരുവായൂർ ഹിന്ദു MLA ഇല്ല. പിന്നെ അത് മാത്രമല്ല, മലപ്പുറത്ത് ഹിന്ദു MLA ഇല്ലാന്ന് പറ്റി ഈ കേരളത്തിൽ പച്ച വർഗീയത കത്തിക്കാനും ഈ സംഘികളും ക്രിസംഘികളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന കേരളത്തിലെ ഹിന്ദുവും ക്രൈസ്തവനും ഒരു കാര്യം ചിന്തിക്കണം. കേരളത്തിലെ സംഘികളെ കൊണ്ട് ഏതെങ്കിലും ഒരു ഹൈന്ദവനോ ഏതെങ്കിലും ഒരു ക്രൈസ്തവനോ എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നുണ്ടോ എന്ന്. നേരെ മറിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തിനെ കൊണ്ട് കേരളത്തിലെ ഹൈന്ദവനും കേരളത്തിലെ ക്രൈസ്തവനും എത്രമാത്രം സഹായം കിട്ടുന്നുണ്ടെന്ന് അതും കൂടി ഒന്ന് ചിന്തിക്കണം കേട്ടാ. എന്റെ അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ, തന്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ഹൈന്ദവന്റെ മതമോ ജാതിയോ ഒന്നും ചോദിക്കാറില്ല. അവന്റെ ബുദ്ധിമുട്ട്, അവന്റെ സങ്കടം എന്താണെന്ന് മാത്രമേ അൻസാരി ഉസ്താദിനെ പോലുള്ള എല്ലാ മുസ്ലിം മതപണ്ഡിതന്മാരും ചോദിക്കാറുള്ളൂ. അങ്ങനെ തന്റെ സഹോദരനെ സഹായിക്കണമെന്ന് പറഞ്ഞ് അൻസാരി ഉസ്താദിനടുക്ക് പോയ ഒരു ഹൈന്ദവ സഹോദരനോട് അൻസാരി ഉസ്താദ് ഇന്നലെ ചെയ്ത കൊടും ക്രൂരതയില്ലേ, ആ കൊടും ക്രൂരത നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തട്ടിമാറ്റി പോകരുത്. എന്റെ അപേക്ഷയാണ്, നിങ്ങൾ കേൾക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ സംസാരിക്കുന്നത്. ഇതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് സുധി എന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. സ്വന്തം അനുജന്റെ കാല് മുറിക്കാൻ പോകുമ്പോൾ അതിൽ വേദനിക്കുന്ന ഒരു അനുജനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി. കൂടപ്പറപ്പല്ലേ. സുധിയുടെ അനുജനായ സുജിത്ത് ലക്ഷൂർ ഹോസ്പിറ്റലിലാണ്. ഒരു അറ്റാക്ക് സംഭവിച്ചതാണ്. വല്ലാത്തൊരു ദയനീയമായ രംഗമാണ്. നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. ആ സുജിത്തിന്റെ കാല് മുറിക്കാതിരിക്കാൻ, അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുധി ഇനി പോകാൻ ഒരിടം ബാക്കിയില്ല. ഇനി സുധി ആരോട് കൈകൂപ്പണമെന്നറിയില്ല. അങ്ങനെ ഒടുവിൽ അവന്റെ നിസ്സഹായത കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ജനങ്ങളോട് പറഞ്ഞു നോക്കാം. നന്മയുള്ള ഒരുപാട് മനസ്സുണ്ട്, കരുണ പറ്റാത്ത ഒട്ടനവധി ആളുകളുണ്ട്, ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു. അനുജൻ സുജിത്തിന്റെ വിവരങ്ങൾ സുധി പറയും. നിങ്ങൾ സഹായിക്കണം, കൈയൊടിയരുത്. ഈ കാണുന്ന സ്കാനറിൽ ഒന്ന് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും സംഭാവന അയച്ചാൽ നിങ്ങൾ സഹായിക്കണം. പറ സുജിത്ത്, എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞത്? അനിയന് നെഞ്ചുവേദന വന്നിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അത് ECG വ്യത്യാസം കണ്ടിട്ട് നേരെ പോയതാണ്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലോട് കൊണ്ടുപോകുന്ന വഴിക്ക് അരൂർ എത്തിയപ്പോഴേക്കും ആള് ഹാർട്ട് ബീറ്റൊക്കെ നിന്ന് പോയി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ഭയങ്കര കരച്ചിലേക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലോട് കൊണ്ടുപോകണം പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് ലക്ഷൂറിലാണ് കയറ്റിയത്. അവരും കുറേ നോക്കിയിട്ട് ഹാർട്ട് റെഡിയായി വന്നില്ല. പിന്നെ ECMO എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്, ചെറിയ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ചെറിയ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിട്ടളയാൻ തോന്നിയില്ല, അങ്ങനെ ചെയ്തതാണ്. എനിക്ക് ഭാര്യ ഒരു കുഞ്ഞു അല്ലേ? അതെ, അനുജന് ഭാര്യ ഒരു കുഞ്ഞുള്ളത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ഒരു മാർഗ്ഗമില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടൻ സുധി ഒരു ഡ്രൈവറാണ്. അപ്പോൾ നിത്യവേദന കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ സഹായിക്കണം. എന്റെ ഒരു അപേക്ഷയാണ്, ഇട്ടുകളയരുത്. സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുധി എന്ന് പേരുള്ള ഈ ഹൈന്ദവനുണ്ടല്ല സംഘികളും ക്രിസംഘികളും തീവ്രവാദി എന്ന് വിളിക്കുന്ന അൻസാരി ഉസ്താദിനെടുക്ക എന്ത് ധൈര്യത്തിലായിരിക്കും തന്റെ സഹോദരന് വേണ്ടി സഹായം ചോദിച്ചു പോയിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും സുധി എന്ന് പേരുള്ള ഈ ഹൈന്ദവനുണ്ടല്ല ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന വിശകലയുടെ അടുത്തും അഡ്വക്കേറ്റ് കൃഷ്ണരാജില്ലേ, കേസില്ലാ വക്കീല്, അവന്റെ അടുത്തും നമ്മൾ ഒട്ടകം ഗോപാലനില്ലേ, ഗുരുവായൂർ ഹിന്ദു MLA ഉണ്ടാക്കാൻ നടക്കുന്ന ഒട്ടകം ഗോപാലൻ, അതുപോലെ ഒരുപാട് സംഘി വർഗീയവാദികളില്ലേ, അവരുടെയൊക്കെയൊന്നും സഹായം ചോദിച്ച് ഈ ഹൈന്ദവ സഹോദരൻ എന്തുകൊണ്ടായിരിക്കും പോകാതിരുന്നത്? അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഒറ്റ ഉത്തരം. അൻസാരി ഉസ്താദിനെ പോലുള്ള മുസ്ലിം സഹോദരങ്ങളൊന്നും സഹായം ചോദിച്ചു പോകുന്നവന്റെ മതമോ ജാതിയോ ഒന്നും ചോദിക്കാറില്ല. അവന്റെ സങ്കടം, അവന്റെ ബുദ്ധിമുട്ട് അത് മാത്രമേ ചോദിക്കാറുള്ളൂ. അതുമാത്രമല്ല, അങ്ങനെ അവന്റെ സങ്കടം ചോദിച്ചതിന് ശേഷം അവർ ചെയ്യുന്ന സഹായം എന്താണെന്ന് അൻസാരി ഉസ്താദിന്റെ അടുത്ത വീഡിയോ കണ്ട നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ലക്ഷൂർ ഹോസ്പിറ്റലിന്റെ അകത്തളത്തിൽ മരണത്തോട് മലടിക്കുന്ന സുജിത്തിന് വേണ്ടി ജ്യേഷ്ഠൻ സുധി വന്ന് പള്ളിക്കവാടത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കൈകൂപ്പിയപ്പോൾ ഞാൻ പറഞ്ഞു കൈത്താത്തിടാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, സുധിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി. സുജിത്തിന് വേണ്ടി ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പം ഏതാണ്ട് 10-12 മണിക്കൂർ കൊണ്ട് 15 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. ലക്കൽഹംദുലില്ലാ അല്ലാഹ്. ഞാൻ പറയുന്ന വിഷയമാണ്, നമ്മൾ വോട്ടൊക്കെ ചെയ്തല്ലോ. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ അവർ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് പല ആളുകൾക്കും പൈസ കൊടുക്കുന്നു, സാരി കൊടുക്കുന്നു, ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നു. ഏതായാലും വോട്ടൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി നിർബാധം തുടരുമോ? ഇല്ല. എന്ന് മാത്രമല്ല, എനിക്ക് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് മതം പറഞ്ഞ് വോട്ട് മേടിച്ച ആളുകളോടാണ്. അതായത് എന്റെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരാൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പാലവിന്റെ ഇലക്ഷൻ പറഞ്ഞ ഒരു കമ്പനിയിലേക്ക് കയറി ചെന്ന് അവിടെ തൊഴിലാളികളായ സ്ത്രീകളോട് പറയാണ്, എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ പെൺകുട്ടികളെയൊക്കെ ISISന്റെ അടിമകളാക്കി ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകുന്ന പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നാള് പറയായി, ഇവിടുന്ന് ആരും അങ്ങനെ അടിമകളായിട്ട് പോയിട്ടില്ല. വേറൊരു നേതാവ് പറഞ്ഞത്, നമ്മൾ ജയിച്ച് നമ്മൾ ഭരണത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രിയാവും. വേറെ ആൾ പറഞ്ഞത്, ഞാൻ ഗുരുവായൂരപ്പനെ സേവിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്ഥാനാർത്ഥി. ഇതെന്ന് മാത്രമല്ല, പ്രതിവർഷം ഓരോ വർഷവും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും ഓരോ ക്ഷേത്രങ്ങൾക്ക് 1 ലക്ഷം രൂപ ഉത്സവത്തിന് കൊടുക്കുന്ന. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഞാനൊരു MLA അല്ല, MP അല്ല, പഞ്ചായത്ത് മെമ്പറല്ല, ഒരു സ്ഥാനമില്ലാത്ത ഞാൻ, കേവലം ഒരു പള്ളിയിലെ ഇമാമായ ഞാൻ
രാവും പകലൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ താഴെ സ്ഥിരമായി ചിരപ്രതിഷ്ഠ നേടിയ ഡയലോഗാണ് തീവ്രവാദി, ഭീകരവാദി, പാകിസ്ഥാനി, അഫ്ഗാനി, ഇങ്ങനെയൊക്കെ സ്ഥിരം കേൾക്കുന്ന. പക്ഷേ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയുടെ താഴെ ഒരു നെഗറ്റീവ് കമന്റും ഇല്ല എന്നുള്ളതാണ്. ഒരു പൊതുപ്രവർത്തകനൊന്നുമല്ല ഞാൻ, ഒരു സാധാരണ ഒരു നാട്ടിൻ പ്രദേശത്ത് മീൻ കച്ചവടക്കാരന്റെ മകനായി ഞാൻ ഇന്നലെ എനിക്ക് ഭയങ്കര ആത്മഹർഷമാണ് ഈ സമയത്ത്. കാരണം എന്നല്ലേ, ഒരാളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങുക, ജാതി മതം നോക്കാതെ മനുഷ്യരിങ്ങനെ നിർബാധം ആ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക. ഈ പൈസ അയക്കുക എന്ന് പറഞ്ഞാലേ ചില മനുഷ്യര് 25,000 രൂപ ഒന്ന് അവർ അധ്വാനിക്കുന്ന അവരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം തന്നെ അക്കൗണ്ടിൽ അയച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചെടുത്ത്, അതെ എനിക്ക് വേണ്ടി ദ്വാരക്കണം, സുജിത്തിനെ സഹായിച്ചിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് എടുത്ത് പറയുന്നല്ലത്. മനുഷ്യന്റെ ഒരു ലഹരിയാണിത്. അവർക്ക് ഈ ജാതിയും മതത്തിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞ ഭയങ്കര ഒരു സാധനമുണ്ട്. അത് എവിടെ നിന്ന് കിട്ടുന്നതാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. നിങ്ങൾ ഞങ്ങളെ മതം നോക്കിയാണ് എല്ലാത്തിനും എന്തുവരെ പറയാം. സാധാരണ പറയാനുള്ളത് താടിയിൽ മതം, തൊപ്പിയിൽ മതം, വസ്ത്രത്തിൽ മതം, അങ്ങേയറ്റം പറഞ്ഞ സുന്നത്ത് കല്യാണം വരെ കാര്യങ്ങൾ പറയും. അവിടെ വരെ മതം എന്ന് പറയുക. പക്ഷെ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ മതം ഉണ്ടായിട്ടും നിങ്ങൾക്കൊക്കെ ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഈ അടുത്ത് അഖിൽമാലാത്ത ഒരു പ്രസ്താവന കേട്ടു. RSS വിചാരിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ പള്ളികൾ, അദ്ദേഹം വേറെ വൈബിലാണ് പറയുന്നത്, വേറെ തരത്തിലാണ് പറഞ്ഞത്, പള്ളികളൊക്കെ തകർക്കും. എന്നിട്ട് തകർക്കാതിരിക്കുന്നത് അവർക്ക് അങ്ങനെ തകർക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട്, അവർ ഭീകരവാദി തീവ്രവാദികൾ അല്ലാത്തത് കൊണ്ടല്ലേ, ഫാസിസ്റ്റുകളല്ല എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച്, ഇടങ്ങി മുഴുവൻ പള്ളികൾ വേണമെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ പൊളിച്ചുതരാം, നിങ്ങൾ പൊളിക്കണം, ഞങ്ങൾ പൊളിച്ചുതരാം. പക്ഷെ 10 പള്ളി ബാക്കി വെച്ചേക്കണം. എനിക്ക് പറയുന്നത് എന്തിനാണെന്നറിയോ, ഈ ആരെങ്കിലുമൊക്കെ രമണി ചേച്ചിയും അതുപോലെ രാധാമണി ചേച്ചിയും ഒക്കെ കിഡ്നി പോയാലോ മറ്റെന്തെങ്കിലും ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വന്നാലോ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ചികിത്സ സഹായം തേടി പോകാൻ ഒരു 10 പള്ളി വേണ്ടേ? മൈക്കിലൂടെ സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരി വന്നിട്ടുണ്ട്, നമ്മളെ കൂടി കഴിയുന്ന രൂപത്തിൽ സഹായിക്കണമെന്ന് പറയാൻ 10 പള്ളി വേണ്ടേ? വേറെ എവിടെയാണ് അതിന് സംവിധാനങ്ങളുള്ളത്? വേറെ എവിടെ പോയി ചോദിക്കും? അവൻ 19 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി പള്ളിയിലേക്ക് വന്നിട്ട് അവൻ മരുന്നിന്റെ അവൻ എന്തുകൊണ്ടാണ് മരുന്ന് ചോദിച്ചാൽ അവനിക്കൊരു പ്രതീക്ഷ ഉണ്ടെന്നേ. അവർക്ക് പള്ളിയുടെ മുമ്പിലേക്ക് വന്നാൽ ഉസ്താദന്മാരെ കണ്ടാൽ അവരുടെ ആവശ്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ സ്ഥാനാർത്ഥികളായി ജയിച്ച് മതം പറഞ്ഞ് ജയിച്ചോണ്ട് ഇരിക്കുകയാണത്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെ ഈ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത ഈ പണിയുണ്ടല്ലോ, ഇത് നിർബാധം നിങ്ങൾ തുടരുമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾ തുടരുമോ? ഇപ്പൊ കിറ്റ് കൊടുക്കുകയും പൈസ കൊടുക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ തുടരുമോ? തുടരണം. ഹിന്ദുക്കളുടെ, മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ക്രിസ്ത്യാനികളുടെ ക്ഷേമത്തിന് ചെയ്യേണ്ട, ഏറ്റവും കുറഞ്ഞ ഹിന്ദുക്കളുടെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. 52 രൂപ സ്വരകാരി 10 രൂപ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഹിന്ദു പറഞ്ഞാൽ മതി, നമുക്ക് സന്തോഷമാകാം. ഹൈന്ദവ സഹോദരങ്ങൾ വളരട്ടെ, അവർ വിജയിക്കട്ടെ. നിങ്ങൾ അവർക്ക് 52 രൂപ 10 രൂപ കൊടുക്കുക. സോപ്പ് ചീപ്പ് കണ്ണാടി മൂടുള്ള മുഴുവൻ ട്യൂബ് സാധനങ്ങളൊക്കെ അതിന്റെ പകുതി വിലക്ക് നിങ്ങൾ കൊടുക്കുക. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. നിങ്ങൾ ചെയ്യുമോ? മുഴുവൻ പള്ളിയും പൊളിച്ചു, എല്ലാ പള്ളികളൊക്കെ പൊളിച്ചിട്ട് ആ പൊളിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ നാട്ടിലുള്ള ഹിന്ദുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ ചെയ്തോളി. നിങ്ങൾ ഗുണമുണ്ടാ. ഇപ്പം നിങ്ങൾ ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം എന്റെ അയൽവാസികളായ ഹൈന്ദവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം 40-45,000 രൂപ അക്കൗണ്ടിലോട്ട് വരികയാണ്. കാരണം അവർ ടൂറിസം ഒക്കെ വളർന്നതിന് ശേഷം അതിന്റെ ഫണ്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എടുത്ത് കളയുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഇവിടുത്തെ നാട്ടിലെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടെങ്കിൽ കിറ്റ് ഇതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല, ഇത് നിർബാധങ്ങൾ തുടരുകയാണെങ്കിൽ വലിയ സന്തോഷമുണ്ട്. ആർക്കെങ്കിലും ഗുണം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ നിർത്തിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, സുധി എന്ന പേരുള്ള ആ ഹൈന്ദവൻ തന്റെ സഹോദരനെ സഹായിക്കണമെന്ന് പറഞ്ഞ് അൻസാരി ഉസ്താദിനെ എടുക്കുക, മുസ്ലിമായ അൻസാരി ഉസ്താദിനെ എടുക്കുക. എന്ത് ധൈര്യത്തിലാണ് സഹായം ചോദിച്ചു പോയതെന്ന്. ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് അൻസാരി ഉസ്താദിൽ ആ ഹൈന്ദവൻ കാണിച്ച വിശ്വാസമാണ് വെറും 10 മണിക്കൂർ കൊണ്ട് 15 ലക്ഷം രൂപ എന്റെ അൻസാരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആ പാവത്തിന് എത്തിച്ചു കൊടുത്തത്. അങ്ങനെ ഒരു സഹായം, അങ്ങനെ ഒരു സ്നേഹം ഒരു ഹൈന്ദവ സഹോദരന് ഏതെങ്കിലും ഒരു സംഘി നേതാവിന്റെ നിന്ന് കിട്ടുന്ന നിങ്ങൾ സ്വപ്നത്ത് പോലും കരുതണ്ട. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറട്ടെ. ഒരു ഹിന്ദു എന്ന നിലയിൽ ഒരുപാട് സങ്കടത്തോടു കൂടിയാണെങ്കിലും ഞാനൊരു കാര്യം കൂടി പറട്ടെ. ആ 15 ലക്ഷം രൂപയുണ്ടല്ലോ അൻസാരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ സഹായിച്ച ആ 15 ലക്ഷം, അതിലുണ്ടല്ല ഏകദേശം 99% രൂപയുണ്ടല്ല മുസ്ലിം സഹോദരങ്ങളായിരിക്കും സഹായിച്ചിട്ടുണ്ടാവുക. ഞാൻ ഉറപ്പ് പറയുന്ന ഒരു ഹൈന്ദവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, കഷ്ടപ്പെടുന്ന ഒരു ഹിന്ദുവും ഒരു സംഖ്യയുടെ മുന്നിലും പോയിട്ട് സഹായം ചോദിക്കില്ല. അവനറിയാം അവരെടുക്കുന്ന ആ സംഖ്യയിലെടുക്കുന്ന ഒരു സഹായം കിട്ടൂല. നേരെ മറിച്ച് ഒരു ഹൈന്ദവന് കഷ്ടപ്പാടിൽ സഹായം കിട്ടണമെങ്കിൽ ഈ ഇന്ത്യയിലുണ്ടല്ല മുസ്ലിങ്ങൾ ജീവിച്ചിരിക്കണം. എന്നാൽ മാത്രമേ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഹൈന്ദവനെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാവും. അത് ഉണ്ടാവുന്നത് മുസ്ലിങ്ങൾ മാത്രമായിരിക്കും. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു ഹൈന്ദവനായ ഞാനുണ്ടല്ല എന്റെ ജീവിതാനുഭവത്തിന് കൃത്യമായിട്ട് തെളിവോടുകൂടി പറയുന്നതാണിത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറട്ടെ, ഒരു സംഖ്യയും ഒരു ഹിന്ദുവിനെ സഹായിക്കില്ല. നേരെ മറിച്ച് ഓരോ മുസ്ലിമും, ഈ ഇന്ത്യയിലുള്ള ഓരോ മുസ്ലിമും ഒന്നും നോക്കാതെ നമ്മളെപ്പോലത്തെ പാവം ഹിന്ദുക്കളെ സഹായിച്ചിരിക്കും. അപ്പൊ ഒരിക്കൽ കൂടി എന്റെ അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.